ഹലോ എവരിവൺ, എല്ലാവർക്കും ക്ലോവർ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളാണ്. ഹിന്ദി അക്ഷരങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എത്ര സ്വരാക്ഷരങ്ങളാണുള്ളത് ഹിന്ദിയിൽ? 13 സ്വരാക്ഷരങ്ങളാണ് ഉള്ളത്. സ്വരാക്ഷർ. എത്ര സ്വരാക്ഷരങ്ങളാണുള്ളത്? 13. ആദ്യം നമുക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. മലയാളത്തിൽ എങ്ങനെയാണ്? ഇങ്ങനെയാണല്ലേ എഴുതുന്നത്, ഹിന്ദിയിൽ എങ്ങനെ എഴുതാം? ആദ്യം ഇങ്ങനെ എഴുതാം. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മേലോട്ട് ലെഫ്റ്റിലോട്ട് വളച്ചു കൊടുക്കാം. ഇങ്ങനെ എഴുതി ഇങ്ങനെ, പിന്നെ ഇവിടെ സ്ലീപ്പിംഗ് ലൈൻ ചെറുതായിട്ട് വരച്ചു കൊടുക്കുക, സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, മുകളിൽ വരയ്ക്കുക. ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇനി എങ്ങനെ എഴുതാം? മലയാളത്തിൽ ഇങ്ങനെയല്ലേ എഴുതുന്നത്, ആദ്യം ഇങ്ങനെ എഴുതാം, പിന്നെ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതിയിട്ട് സ്ലീപ്പിംഗ് ലൈൻ വരച്ച് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു, പിന്നീട് ഒരു സ്റ്റാൻഡിങ് ലൈനും കൂടെ വരയ്ക്കാം. അടുത്തത് നമുക്ക് ഈ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. മലയാളത്തിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ. നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാം? ആദ്യം ചെറിയ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം, പിന്നീട് ഇങ്ങനെ എസ് പോലെ എഴുതാം. എസ് പോലെ എഴുതിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. മുകളിൽ വരച്ചു കൊടുക്കുക. അടുത്തത് ഇതേപോലെ തന്നെ ചെറുതായിട്ട് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുക, പിന്നെ ഇങ്ങനെ എസ് പോലെ എഴുതാം, ഇങ്ങനെ വരയ്ക്കാം, മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അടുത്തത് എങ്ങനെ എഴുതാം? 3 പോലെ സിമ്പിളാണ്. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ അടുത്തത് എങ്ങനെ എഴുതാം? മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ഹിന്ദിയിൽ എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ 3 പോലെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അടുത്തത് മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്.
ഹിന്ദിയിൽ എങ്ങനെ എഴുതാം? ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുക, പിന്നെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക, അതിനുശേഷം ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ റ്. മനസ്സിലായില്ലേ? അടുത്തത് എ. എങ്ങനെ എഴുതാം? ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ എ. മുകളിൽ വരച്ചു കൊടുക്കുക. എ. അടുത്തത് മലയാളത്തിലടുത്തത് എ എന്ന അക്ഷരമുണ്ട്, പക്ഷേ ഹിന്ദിയിൽ എ അല്ല, പകരം ഐ ആണുള്ളത്. ഹിന്ദിയിൽ ഐ ആണ് ഉള്ളത്, എ എന്ന അക്ഷരം ഇല്ല. അപ്പോൾ ഐ. അടുത്തത് ഹിന്ദിയിൽ ഐ ആണ് വരിക. മലയാളത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് എ എന്ന ഒരു അക്ഷരവും ഉണ്ട്. ഹിന്ദിയിൽ നമ്മൾ ഐ ആണ് എടുത്തത്, എ കഴിഞ്ഞിട്ട് ഐ. ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഐ. ഐ. അടുത്തത് നമുക്ക് ഓ എഴുതാം. ഓ എങ്ങനെ എഴുതുക? ആദ്യം ആ എഴുതാം, പിന്നീട് ആ എഴുതാം, ഇങ്ങനെ എഴുതിയാൽ ഓ. ഓ. അടുത്തത് ഔ. ഔ എങ്ങനെ എഴുതാം? ആ എഴുതിയിട്ട് ആ എഴുതിയിട്ട് ഓ എഴുതിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 വരയ്ക്കുക. ഔ. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഔ. അടുത്തത് ആ എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ വരയ്ക്കുക. അടുത്തത് ആ. ആ എഴുതിയിട്ട് ആഹ. ആസെ അനാർ. ആസെ അനാർ എന്ന് പറഞ്ഞാൽ ആ എന്ന അക്ഷരം കൊണ്ടുള്ള ഒരു വേർഡാണ് അനാർ. അനാർ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴം, പോമഗ്രാനൈറ്റ്. ആസെ ആം. ആം എന്ന് പറഞ്ഞാൽ മാംഗോ.
ആ എന്ന അക്ഷരം കൊണ്ടുള്ളൊരു വേർഡാണ് ആം. ഈസെ ഇംലി. ഇംലി എന്ന് പറഞ്ഞാൽ പുളി. ഈസെ ഈക്ക്. ഈക്ക് എന്ന് പറഞ്ഞാൽ കരിമ്പ്. ഊസെ ഉല്ലു. ഉല്ലു എന്ന് പറഞ്ഞാൽ ഔൾ. ഊസെ ഊൻ. ഊൻ എന്ന് പറഞ്ഞാൽ നൂല്. ഋസെ ഋഷി. ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി. എസെ എഡി. എഡി എന്ന് പറഞ്ഞാൽ ഹീൽ. ഐസെ ഐനക്. ഐനക് എന്ന് പറഞ്ഞാൽ കണ്ണട. ഓസെ ഓക്ലി. ഓക്ലി ഉരൽ. ഓസെ ഓരത്ത്. ഓരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ. അംഗൂർ. അംഗൂർ എന്ന് പറഞ്ഞാൽ ഗ്രേപ്സ്. അടുത്തത് അഹ.